പ്രിയമുള്ളവരെ, ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്ന് വാങ്ങി കഴിക്കുന്ന പ്രവണത ആളുകളിലും ആവശ്യത്തിലേറെ മരുന്ന് കുറിക്കുന്ന പ്രവണത ഡോക്ടർമാരിലും വർദ്ധിച്ചു വരുന്ന കേരളീയ സമൂഹത്തെ കാണുമ്പോൾ മോഡേൺ മെഡിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ കനേഡിയൻ ഫിസിഷ്യൻ സർ വില്യം ഓസ്ലറുടെ പ്രശസ്തമായ വരികളാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ദ ഫിസിഷ്യൻ ഈസ് ടു എഡ്യൂക്കേറ്റ് ദി മാസസ് നോട്ട് ടു ടേക്ക് മെഡിസിൻ. മരുന്ന് കഴിക്കാതിരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് വൈദ്യന്റെ പ്രഥമ കർത്തവ്യം. രോഗം വന്നാൽ മരുന്ന് കഴിക്കരുത് എന്നല്ല, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും വന്ന രോഗം മൂർച്ഛിക്കാതിരിക്കാൻ വേണ്ടി ഭക്ഷണക്രമത്തിലും ജീവിതക്രമത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നതിനെ കുറിച്ചും കൃത്യമായ അറിവ് നൽകാൻ എത്ര ഡോക്ടർമാർ തന്റെ മുന്നിലിരിക്കുന്ന രോഗിയുടെ അടുത്ത് സമയം കണ്ടെത്താറുണ്ട്? മരുന്നുകൾ കുറിക്കുന്നത് മാത്രമാണ് ഡോക്ടറുടെ കർത്തവ്യമെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വില്യം ഓസ്ലറുടെ തന്നെ മറ്റൊരു അർത്ഥവത്തായ വാചകമുണ്ട്, ദ യങ് ഫിസിഷ്യൻ സ്റ്റാർട്ട്സ് ലൈഫ് വിത്ത് 20 drugs for each disease and the old physician ends life with 1 drug for 20 diseases. യുവ വൈദ്യൻ ഓരോ രോഗത്തിനും 20 മരുന്നുകൾ നൽകി വൈദ്യജീവിതം ആരംഭിക്കുന്നു. എന്നാൽ അനുഭവജ്ഞാനമുള്ള പഴയ വൈദ്യൻ 20 രോഗങ്ങൾക്ക് 1 മരുന്ന് നൽകി വൈദ്യജീവിതം അവസാനിപ്പിക്കുന്നു. രോഗികൾക്ക് നൽകുന്ന പ്രിസ്ക്രിപ്ഷനിൽ മരുന്നുകൾ വാരി വലിച്ചെഴുതുന്ന ഡോക്ടറാണ് കേമൻ എന്ന തെറ്റായ ധാരണ രോഗികൾ മാറ്റേണ്ടതുണ്ട്. ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസിന്റെ വരികൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ലെറ്റ് ഫുഡ് ബി ദ മെഡിസിൻ ആൻഡ് മെഡിസിൻ ബി ദ ഫുഡ്. നിങ്ങളുടെ ഭക്ഷണം മരുന്നായിരിക്കട്ടെ, നിങ്ങളുടെ മരുന്ന് ഭക്ഷണമായിരിക്കട്ടെ. താങ്ക് യു.